വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ബോട്ടണി ഫസ്റ്റ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമൺ ടൈപ്പ് ഓഫ് ഓവ്യൂൾ ഇൻ ആൻജിയോസ്പേംസ് വേർ ദ ബോഡി ഓഫ് ദ ഓവ്യൂൾ ഈസ് ഇൻവേർട്ടഡ് ഈസ് കോൾഡ്. നമ്മൾ ജനറൽ ആയിട്ട് ഉള്ളൊരു ടൈപ്പാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന ഓവ്യൂൾ. അനാട്രോപ്പസ് ഓവ്യൂളാണ് നമ്മൾ പഠിക്കുന്നത്. വേറെ ടൈപ്സ് ഓഫ് ഓവ്യൂൾസ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് അനാട്രോപ്പസ് ഓവ്യൂളാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? ഒവ്യൂൾ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിട്ട് കാണിക്കുന്നത് അനാട്രോപ്പസ് ആണ്. അടുത്ത ചോദ്യം, ദ സെൽസ് ഓഫ് ദ എൻഡോസ്പേം ഇൻ ആൻ ടിപ്പിക്കൽ ആൻജിയോസ്പേം ആർ യൂഷ്വലി. എൻഡോസ്പേം എങ്ങനെയായിരിക്കും ആൻജിയോസ്പേമിലുള്ളത്? ട്രിപ്ലോയിഡ് ആണ് അല്ലേ? അത് നോട്ട് ചെയ്യേണ്ടതാണ്. ട്രിപ്ലോയിഡ് കണ്ടീഷനാണ് ആൻജിയോസ്പേമിലെ എൻഡോസ്പേം. അടുത്ത ചോദ്യം, ദ ടെക്നിക് ഓഫ് റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ ബഡ് ബിഫോർ ഡെഹിസൻസ് ഈസ് ടേംഡ്. ആ ഒരു പെർട്ടിക്കുലർ ടേം എന്താണ് പറയുക? അതായത് ആന്തേഴ്സ് റിമൂവ് ചെയ്യുന്ന ബൈസെക്ഷൽ ഫ്ലവർ, ഓർക്കേണ്ട പോയിന്റുകൾ, ബൈസെക്ഷൽ ഫ്ലവറാണ് ഇവിടെ. അങ്ങനെയുള്ള ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്നും ആന്തേഴ്സ് റിമൂവ് ചെയ്യുന്ന ടെക്നിക്കിനെ എന്താണ് പറയുക? ഡെഹിസൻസിന് മുന്നേ ഇമാസ്കുലേഷൻ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകം ഓർത്ത് പഠിക്കേണ്ട ഒരു ടേം ഏതാണ്? ഇമാസ്കുലേഷൻ ആണ്. അടുത്ത ചോദ്യം, ദ ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഓഫ് എ മൈക്രോസ്പൊറാഞ്ചിയം ദാറ്റ് നറിഷസ് ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയത്. ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിനിനെ നറിഷ് ചെയ്യുന്ന മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള വാൾ ലെയർ ഏതാണ്? ടപ്പീറ്റാണ്. അപ്പോൾ ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഏതാണെന്ന് പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നറിഷിങ് ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻ. ഡെവലപ്പിംഗ് എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം, ഇൻ ഗ്രാസസ് ദ സിംഗിൾ കോട്ടിലഡൻ ഈസ് നോൺ ആസ്. മോണോകോഡ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇസ്ക്യൂട്ടലം എന്ന് പറയുന്ന ഒരു ടേം. സിംഗിൾ കോട്ടിലഡനെ പറയുന്ന പ്രത്യേകമായിട്ടുള്ളൊരു പേരാണ് സ്ക്യൂട്ടലം. അടുത്ത ചോദ്യം, ദ പ്രൊട്ടക്റ്റീവ് ഷീറ്റ് കവറിങ് ദ റാഡിക്കൽ ഇൻ എ മോണോകോട്ട് സീഡ് ഈസ് കോൾഡ്. കോലിയോറൈസയാണ് അല്ലേ? മോണോകോട്ടിൽ അപ്പോൾ രണ്ട് വേർഡ്സ് നമുക്ക് കിട്ടി, കോലിയോറൈസ, സ്ക്യൂട്ടലം എന്ന് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യണം. ഇതിൽ സ്ക്യൂട്ടലം വളരെ ഇമ്പോർട്ടൻ്റ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, പ്രൊട്ടക്റ്റീവ് ഷീറ്റ് കവറിങ് ദ പ്ലുമ്യൂൾ ഇൻ എ മോണോകോട്ട് സീഡ് ഈസ് കോൾഡ്. കോളിയോപ്റ്റൈലാണ് അല്ലേ? അപ്പോൾ മോണോകോട്ടിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇപ്പോൾ പറഞ്ഞ ഈ 3 പോയിന്റിൽ സ്ക്യൂട്ടലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഷീറ്റുകളാണ് അല്ലേ? ഇവിടെ ഓർക്കേണ്ടത്, റാഡിക്കലിനെ കവർ ചെയ്യുന്ന പ്രൊട്ടക്റ്റീവ് ഷീറ്റ് കോലിയോറൈസി ആണെങ്കിൽ പ്ലുമ്യൂളിനെ കവർ ചെയ്യുന്നത് ഏതാണ്? കോളിയോപ്റ്റൈലാണ്. മനസ്സിലാവുന്നുണ്ടോ? പ്ലുമ്യൂൾ ആണെങ്കിൽ കോലിയോപ്റ്റൈൽ, രണ്ടിലും പി ഉണ്ട്, അങ്ങനെ ഓർത്ത് വയ്ക്കുക. റാഡിക്കൽ 6 ഉണ്ട്, കോലിയോറൈസയിലും 6 ഉണ്ട്, അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇനി ദ ഫെനോമിനൻ ഓഫ് ഹാവിങ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ സീഡ്. ഒരു സീഡിൽ സാധാരണ ഒരു എംബ്രിയോ ആണ് ഉണ്ടാവുക, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫെർട്ടിലൈസേഷൻ ശേഷം അല്ലേ? ഇനി അങ്ങനെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്ന ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരെന്താണ്? പോളി എംബ്രിയോണി. പോളി എന്ന് പറയുന്നത് എന്താ? ഒന്നിൽ കൂടുതൽ അല്ലേ? ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാവുന്ന പോളി എംബ്രിയോണി. ടേംസ് വെച്ചിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പോളി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, പോളി എംബ്രിയോണി. പോളിനേഷൻ ടേക്കിംഗ് പ്ലേസ് ത്രൂ ദ ഏജൻസി ഓഫ് വാട്ടർ ഈസ് നോൺ ആസ്. വാട്ടർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഹൈഡ്രോ അല്ലേ? ആ ഒരു ടേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാട്ടറിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോഫിലി ആണ് ഇത്. വാട്ടർ ഏജൻസി ആയിട്ട് നടക്കുന്ന പോളിനേഷൻ ആണെങ്കിൽ അതിനെന്ത് പറയും? ഹൈഡ്രോഫിലി. ഇനി വിൻഡ് ആണെങ്കിലോ ആനിമോഫിലി എന്നാണ് പറയുക. പ്രത്യേകം വേർഡ്സുകൾ ഓർത്ത് വയ്ക്കുക. ദ സെൻട്രൽ സെൽ ഓഫ് എൻ ആംബ്രിയോ സാക്ക് പ്രയോർ ടു ഫെർട്ടിലൈസേഷൻ കണ്ടെയ്ൻസ് ഹൗ മെനി പോളാർ ന്യൂക്ലി. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്? എംബ്രിയോ സാക്ക് നമുക്കറിയാം. എംബ്രിയോ സാക്കിൻ്റെ വേറെ പേരെന്തായിരുന്നു? ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിൻ്റെ നടുക്കുള്ള സെൻട്രൽ സെല്ലിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുന്നേ എത്ര ന്യൂക്ലിയസ് ആണ് ഉണ്ടാവാറുള്ളത്? 2 ന്യൂക്ലിയസ് ആണ് അല്ലേ? 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ. അപ്പോൾ അങ്ങനെയുള്ള അതിനൊരു പ്രത്യേകം പേര് പറയും. ഓർക്കുന്നുണ്ടോ? ഓർത്ത് വെക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The residual persistent nucellus seen in some seeds like black pepper and beet is called. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ബ്ലാക്ക് പെപ്പറിലും ബീറ്റിലും ന്യൂസെല്ലസ് റിമെയിൻ ചെയ്യാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള പേഴ്സിസ്റ്റൻ്റ് എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്യുക. പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂ, അതിന് പ്രത്യേകം പേര് പറയും. പെരിസ്പേം എന്നാണ് നമ്മൾ പറയാറ്. പെരിസ്പേം.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് എ പോളൻ ഗ്രെയിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. അപ്പോൾ നമുക്കറിയാം പോളൻ ഗ്രെയിന് 2 ലെയേഴ്സ് ഉണ്ട്, ഔട്ടർ ലെയറും ഇന്നർ ലെയറും. ഔട്ടർ ലെയറാണ് എക്സൈൻ, ഇന്നർ ലെയറാണ് ഇൻറ്റൈൻ അല്ലേ. അപ്പോൾ ഔട്ടർ ലെയർ ആയിട്ടുള്ള എക്സൈൻ ഒരു ഹാർഡ് കോട്ടിംഗ് ഉണ്ട് നമുക്കറിയാം, അതിനെ പറയുന്ന പേരെന്താണ്? സ്പോറോപൊളനിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ പ്രത്യേകതകൾ നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ചോദ്യം, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഫ്രം എ പോളൻ മദർ സെൽ ഈസ് കോൾഡ്. പോളൻ മദർ സെല്ലിൽ നിന്നും മൈക്രോസ്പോർസ് ഉണ്ടാവുന്ന ആ ഒരു പ്രക്രിയയെ പറയുന്ന പേരാണ് മൈക്രോസ്പോറോജനസിസ്. ഇത് ചോദിക്കാറുണ്ട്, പഠിച്ചിരിക്കണം. അടുത്ത ചോദ്യം, ദ ന്യൂട്രിറ്റീവ് ടിഷ്യൂ ദാറ്റ് നറിഷസ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ ഇൻ ആൻജിയോസ്പേംസ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ ന്യൂട്രിറ്റീവ് ടിഷ്യൂസ് പഠിക്കുന്നുണ്ട്. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ടപ്പീറ്റാണ് അല്ലേ. പിന്നെ നമ്മൾ പഠിക്കുന്നത് എൻഡോസ്പേം ആണ്, ന്യൂസെല്ലസ് ആണ്. അങ്ങനെ 2-3 ന്യൂട്രിറ്റീവ് ടിഷ്യൂ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പ്രത്യേകം അതിൻ്റെ ഫങ്ഷൻസും എക്സാമ്പിളുകളും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ആൻജിയോസ്പേംസിൽ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ, ആ എംബ്രിയോന് പോഷക ആഹാരങ്ങൾ അല്ലേ, പോഷകങ്ങൾ കൊടുക്കുന്ന, നറിഷ് ചെയ്യുന്ന ആ ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആരാണ്? എൻഡോസ്പേം എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ പ്ലോയിഡി എന്താണെന്ന് ഓർക്കുക. 3N എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അടുത്ത ചോദ്യം, ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഇനി പോളിനേഷനിലേക്കാണ് വരുന്നത്. നമ്മൾ പോളിനേഷൻ ആ ഒരു ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് 2-3 ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. ഓട്ടോഗമി, സീനോഗമി, ഗീറ്റ്നോഗമി അല്ലേ. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് നടക്കുന്നതാണ് പോളിനേഷൻ. ഇവിടെ ഗീറ്റ്നോഗമിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അതായത് ഇവിടെ സെയിം പ്ലാന്റ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും. ഒരേ ചെടിയിൽ തന്നെ വ്യത്യസ്തമായ പൂക്കൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ വ്യത്യസ്തമായ പൂക്കൾക്കിടയിലാണ് പോളൻ ഗ്രെയിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിനെ എന്താണ് പറയുക? ഗീറ്റ്നോഗമി എന്നാണ് പറയുക. അതേസമയം സീനോഗമി എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. ഓർത്തിരിക്കുക, വ്യത്യാസങ്ങൾ ഓർക്കുക. ആ ചിത്രവും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. എ ടിപ്പിക്കൽ ആൻജിയോസ്പേം എംബ്രിയോസാക് അറ്റ് മെച്യൂരിറ്റി ഹാസ് ഹൗ മെനി സെൽസ്? മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ആൻജിയോസ്പേമിൻ്റെ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോസാക്ക് എന്ന് പറയുന്നത് അതിന് എത്ര സെൽസ് ആയിരിക്കും? 7 സെൽസ് ആണ് ഉണ്ടാവുക. 7 സെൽസ്, 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അടുത്തത്, ദ സ്റ്റോക്ക് ബൈ വിച്ച് ദ ഒവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു ദ പ്ലാസൻറ്റ ഈസ് നോൺ ആസ്. ഇനി നമ്മൾ വരുന്നത് ഒവ്യൂളിൻ്റെ സ്ട്രക്ചറിലേക്കാണ്. അതായത് മെഗാസ്പൊറാഞ്ചിയം എന്നാണ് ഒവ്യൂളിൻ്റെ വേറെ പേര് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ പ്ലാസൻ്റെയുമായിട്ട് ഒവ്യൂൾ അറ്റാച്ച് ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് വഴിയാണ്. ആ സ്റ്റോക്കിന് എന്താ പറയുക? ഫ്യൂനിക്കിൾ എന്നാണ് പറയുക. അപ്പോൾ ഫ്യൂനിക്കിൾ പഠിക്കുമ്പോൾ ഹൈലം എന്താണ്? ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ ഫെനോമിനൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. ഇനി ഈ ചാപ്റ്ററിൻ്റെ വേറൊരു പ്രത്യേകത, ഇവിടെ കുറേ ഫെർട്ടിലൈസേഷൻ കൂടാതെ നടക്കുന്ന കുറേ പ്രോസസ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. പാർത്തനോകാർപ്പി, അപ്പോമിക്സിസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ടേംസും അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സാമ്പിൾസും നോട്ട് ചെയ്യുക. ഇവിടെ എന്താ പറയുന്നത്? ഫെർട്ടിലൈസേഷൻ കൂടാതെ ഫ്രൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഫെനോമനൻ, പ്രതിഭാസത്തെ നമ്മൾ എന്ത് പറയും? പാർത്തനോകാർപ്പി. ഓർത്തിരിക്കേണ്ടത് ഫ്രൂട്ടിൻ്റെ ഫോർമേഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, നെയിം ദ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് മെഗാസ്പൊറോജനസിസ്. ഇനി എന്താ പറയുന്നത്? മൈക്രോസ്പോറോജനസിസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ മെഗാസ്പോറോജനസിസ് എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന സെൽ ഡിവിഷനൊരു പ്രത്യേക പേരുണ്ട്. റിഡക്ഷൻ ഡിവിഷൻ അവിടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ ആ റിഡക്ഷൻ ഡിവിഷൻ എന്താ പറയുന്നത്? മിയോസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ദ പോർ ഇൻ ദ സീഡ് കോഡ് ത്രൂ വിച്ച് ഓക്സിജൻ ആൻഡ് വാട്ടർ എൻ്റർ ഡ്യൂറിങ് ജെർമിനേഷൻ ഈസ്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അതായത് ജെർമിനേഷൻ്റെ സമയത്ത് ഓക്സിജനും വാട്ടറും എൻ്റർ ചെയ്യുന്ന സീഡ് കോട്ടിൽ പ്രത്യേക പോറുണ്ട്. അതിന് പറയുന്ന പേര് മൈക്രോപൈലാണ്. അടുത്ത ചോദ്യം, ദ ഡെവലപ്മെൻറ്റ് ഓഫ് സീഡ്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് റെഫേർഡ് ടു ആസ്. നമ്മൾ നേരത്തെ പാർത്തനോകാർപ്പിയുടെ കേസ് പറഞ്ഞു. അപ്പോൾ അതുപോലെ ഫെർട്ടിലൈസേഷൻ കൂടാതെ സീഡ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അതിന് പ്രത്യേക ഒരു പേരുണ്ട്, അപ്പോമിക്സിസ്. ഫ്രൂട്ടാണെങ്കിൽ പാർത്തനോകാർപ്പിയാണ്, സീഡ്സിൻ്റെ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ എന്താണ്? അപ്പോമിക്സിസ് ആണ്. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇറ്റ്സ് മിമിക്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. 2 പോയിന്റുകളും ഓർത്തിരിക്കുക. ഓക്കെ. എക്സാമ്പിൾസും ഓർക്കണം. ആൻ എക്സാമ്പിൾ ഓഫ് എ ഫോൾസ് ഫ്രൂട്ട് വേർ ദ തലാമസ് കോൺട്രിബ്യൂട്ട്സ് ടു ഫ്രൂട്ട് ഫോർമേഷൻ. ഇനി എന്താ പറയുന്നത്? ഫോൾസ് ഫ്രൂട്ടിൻ്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫോൾസ് ഫ്രൂട്ട് ഉണ്ടാവുന്നത് തലാമസിൽ നിന്നാണെങ്കിൽ അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ. ഓക്കെ. അടുത്ത ചോദ്യം, ദ ഫ്യൂഷൻ ഓഫ് 1 മെയിൽ ഗ്യാമേറ്റ് വിത്ത് ദ എഗ് സെൽ ഈസ് നോൺ ആസ്. അപ്പോൾ നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പേമിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറാണ് അല്ലേ.
അപ്പോൾ മെയിൽ ഗ്യാമറ്റും എഗ് സെല്ലും കൂടി ഫ്യൂഷൻ നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൈഗോട്ട് അല്ലേ. അപ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേര് സിംഗമിയാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിംഗമി പ്ലസ് ട്രിപ്ലോയിഡ് ഫ്യൂഷനാണ്. ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായി പഠിച്ചോളുക. ഓക്കെ, താങ്ക് യു.